29/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ജ്ഞാനത്തിലൂടെ നല്ല ജാഗരണം വന്നിരിക്കുകയാണ്. നിങ്ങൾ തൻ്റെ 84 ജന്മങ്ങളെയും നിരാകാരവും സാകാരവുമായ പിതാവിനെ അറിയുന്നു. നിങ്ങളുടെ അലഞ്ഞുതിരിയൽ അവസാനിച്ചു. ചോദ്യം: ഈശ്വരൻ്റെ ഗതിയും മതവും വേറിട്ടതാണ് എന്ന് എന്തുകൊണ്ടാണ് പാടപ്പെട്ടിട്ടുള്ളത്? ഉത്തരം: കാരണം ആ ഒന്ന് ഇങ്ങനെയുള്ള മതം നൽകുന്നു. അതിലൂടെ ബ്രാഹ്മണരായ നിങ്ങൾ എല്ലാത്തിൽ നിന്നും വേറിട്ടവരായി മാറുന്നു. നിങ്ങളേവരുടേതും ഏകമതം ആകുന്നു. ഈശ്വരൻ തന്നെയാണ് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. പൂജാരിയിൽ നിന്നും പൂജ്യരാക്കുന്നു. അതിനാൽ ആ ഒന്നിൻ്റെ ഗതിയും മതവും വേറിട്ടതാണ്. അത് കുട്ടികളായ നിങ്ങൾക്കല്ലാതെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഓം ശാന്തി. കുട്ടികളായ നിങ്ങൾക്കറിയാം, അഥവാ കുട്ടികളുടെ ആരോഗ്യം ശരിയല്ലെങ്കിൽ ബാബ പറയും, ഇവിടെ ഉറങ്ങിക്കൊള്ളൂ. ഇതിൽ ഒരു കുഴപ്പവുമില്ല. കാരണം വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികളാണ്. അതായത് 5000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ആരെയാണ് കണ്ടുമുട്ടിയിരിക്കുന്നത്? പരിധിയില്ലാത്ത പിതാവിനെ. ഇതും കുട്ടികളായ നിങ്ങൾക്കറിയാം. അവർക്ക് നിശ്ചയമുണ്ട്, തീർച്ചയായും നമ്മൾ പരിധിയില്ലാത്ത ബാബയുമായി കണ്ടുമുട്ടിയിരിക്കുകയാണ്. കാരണം പിതാവ് ഒന്നാണ് പരിധിയുള്ളത്, മറ്റൊന്നാണ് പരിധിയില്ലാത്തത്. ദുഃഖത്തിൽ എല്ലാവരും പരിധിയില്ലാത്ത പിതാവിനെ ഓർമ്മിക്കുന്നു. സത്യയുഗത്തിൽ ഒരേ ഒരു ലൗകിക പിതാവിനെ ഓർമ്മിക്കുന്നു. കാരണം അവിടെ സുഖധാമമാണ്. ആരാണോ ഈ ലോകത്തിൽ ജന്മം നൽകുന്നത് അതിനെ ലൗകിക പിതാവ് എന്ന് പറയുന്നു. പാരലൗകിക പിതാവ് ഒരേ ഒരു തവണ വന്ന് നിങ്ങളെ തൻ്റേതാക്കി മാറ്റുന്നു. നിങ്ങൾ വസിക്കുന്നതും ബാബയോടൊപ്പം അമരലോകത്തിലാണ്. അതിനെ പരലോകം, പരംധാമം എന്ന് പറയുന്നു. അത് പരത്തിലും പരത്തിലുള്ള ധാമമാണ്. സ്വർഗത്തെ പരത്തിലും പരത്തിലുള്ളത് എന്ന് പറയില്ല. സ്വർഗവും നരകവും ഇവിടെ തന്നെയാണുള്ളത്. പുതിയ ലോകത്തെ സ്വർഗമെന്നും പഴയ ലോകത്തെ നരകമെന്നും പറയുന്നു. ഇപ്പോൾ പതീത ലോകമാണ്. ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ പറയുകയില്ല. എപ്പോൾ മുതൽ രാവണ രാജ്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ പതീതമാകുന്നു. അതിനെ പറയുന്നത് 5 വികാരങ്ങളുടെ രാജ്യം എന്നാണ്. സത്യയുഗത്തിൽ ഉള്ളത് തന്നെ നിർവികാരി രാജ്യമാണ്. ഭാരതത്തിൻ്റേത് എത്ര ഉയർന്ന മഹിമയാണ്! എന്നാൽ വികാരി ആയത് കാരണം ഭാരതത്തിൻ്റെ മഹിമയെ അറിയുന്നില്ല. ഭാരതം സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു ഈ ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ. ഇപ്പോൾ ആ രാജ്യം ഇല്ല. ആ രാജ്യം എവിടെ പോയി? ഇത് കല്ലുബുദ്ധികൾക്ക് അറിയില്ല. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ ധർമ്മസ്ഥാപകരെ അറിയുന്നു. ഒരേ ഒരു ഭാരതവാസികൾ തൻ്റെ ധർമ്മത്തെ അറിയുന്നില്ല, ധർമ്മസ്ഥാപകനെയും അറിയുന്നില്ല. മറ്റ് ധർമ്മത്തിലുള്ളവർ സ്വന്തം ധർമ്മത്തെ അറിയുന്നു. പക്ഷേ അവർ വീണ്ടും എപ്പോൾ സ്ഥാപന ചെയ്യാൻ വരും എന്നത് അറിയുന്നില്ല. സിഖുകാർക്കും നമ്മുടെ സിഖ് ധർമ്മം മുൻപ് ഉണ്ടായിരുന്നില്ല എന്നതറിയില്ല. ഗുരു നാനാക്ക് വന്ന് സ്ഥാപന ചെയ്തു. അപ്പോൾ തീർച്ചയായും സുഖധാമത്തിൽ ഉണ്ടായിരിക്കില്ല. അതിനാൽ തന്നെയാണ് ഗുരു നാനാക്ക് വന്ന് പിന്നെ സ്ഥാപന ചെയ്യുന്നത്. കാരണം വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നുവല്ലോ. ക്രിസ്ത്യൻ ധർമ്മവും ഉണ്ടായിരുന്നില്ല, പിന്നീട് സ്ഥാപനയുണ്ടായി. മുൻപ് പുതിയ ലോകമുണ്ടായിരുന്നു, ഏകധർമ്മമാണ് ഉണ്ടായിരുന്നത്. കേവലം നിങ്ങൾ ഭാരതവാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ധർമ്മം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തെടുത്ത് നമ്മൾ തന്നെയാണ് ദേവതയായിരുന്നത് എന്നതും മറന്നുപോയി. വീണ്ടും നമ്മൾ തന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു.
അപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ഞാൻ പറഞ്ഞു തരുന്നു. പകുതി കൽപ്പം രാമരാജ്യമായിരുന്നു, പിന്നെ രാവണ രാജ്യമായി. ആദ്യം സൂര്യവംശി കുലം, പിന്നെ ചന്ദ്രവംശി കുലം, രാമരാജ്യം. സൂര്യവംശികളായ ലക്ഷ്മി നാരായണന്റെ കുലത്തിൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. ആര് സൂര്യവംശി ലക്ഷ്മി നാരായണന്റെ കുലത്തിലേതായിരുന്നു, അവർ തന്നെ 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ രാവണന്റെ കുലത്തിലേതായിരിക്കുകയാണ്. മുൻപ് പുണ്യ ആത്മാക്കളുടെ കുലത്തിലേതായിരുന്നു, ഇപ്പോൾ പാപാത്മാക്കളുടെ കുലത്തിലേതായിരിക്കുന്നു. 84 ജന്മമെടുത്തു. അവരാണെങ്കിൽ 84 ലക്ഷം എന്ന് പറയുന്നു. ഇപ്പോൾ 84 ലക്ഷം ആരിരുന്ന് ചിന്തിക്കുവാനാണ്? അതിനാൽ ആരുടെയും ചിന്ത നടക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ ബാബയുടെ മുന്നിലിരിക്കുകയാണ്. നിരാകാരനായ പിതാവും സാകാര പിതാവും രണ്ടുപേരും ഭാരതത്തിൽ പ്രസിദ്ധമാണ്. പാടുന്നുമുണ്ട്. പക്ഷേ പിതാവിനെ അറിയുന്നില്ല. അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ജ്ഞാനത്തിലൂടെ ജാഗരണം ഉണ്ടാകുന്നു. പ്രകാശത്തിൽ മനുഷ്യർ ഒരിക്കലും തിക്കിരി തിരക്കുന്നില്ല. അന്ധകാരത്തിൽ തിക്കും തിരക്കും കൊള്ളുന്നു. ഭാരതവാസികൾ പൂജ്യരായിരുന്നു, ഇപ്പോൾ പൂജാരിയാണ്. ലക്ഷ്മി നാരായണൻ പൂജ്യരായിരുന്നുവല്ലോ. ഇവർ ആരുടെ പൂജ ചെയ്യും? സ്വന്തം ചിത്രങ്ങൾ ഉണ്ടാക്കി തൻ്റെ പൂജ ചെയ്യുകയില്ല. ഇത് സംഭവിക്കുക സാധ്യമേ അല്ല. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ തന്നെ പൂജ്യർ. പിന്നെ എങ്ങനെ പൂജാരിയാകുന്നു എന്നത്. ഈ കാര്യങ്ങൾ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. അതിനാലാണ് ഈശ്വരൻ്റെ ഗതിയും മതവും വേറിട്ടതാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ മുഴുവൻ ലോകത്തിൽ നിന്നും നമ്മുടെ ഗതിയും മതവും വേറിട്ടതാക്കിയിരിക്കുന്നു. മുഴുവൻ ലോകത്തിലും അനേകം മതമതാന്തരങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ ബ്രാഹ്മണരുടേത് ഏകമതമാണ്. ഈശ്വരൻ്റെ മതവും ഗതിയും. ഗതി എന്നാൽ സദ്ഗതി. സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. സർവരുടെയും സദ്ഗതി ദാതാവ് രാമനാണ് എന്ന് പാടുകയും ചെയ്യുന്നു. പക്ഷേ രാമൻ എന്നാരെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. എവിടെ നോക്കിയാലും രാമൻ തന്നെ രാമനുണ്ട് എന്ന് പറയും. ഇതിനെ പറയുന്നത് അജ്ഞാന അന്ധകാരം എന്നാണ്. അന്ധകാരത്തിൽ ദുഃഖമുണ്ട്, പ്രകാശത്തിൽ സുഖമാണ്. അന്ധകാരത്തിൽ തന്നെയാണല്ലോ വിളിക്കുന്നത്. ആരാധിക്കുക എന്നാൽ ബാബയെ വിളിക്കുക എന്നാണ്. ഭിക്ഷ യാചിക്കുന്നുവല്ലോ. ദേവതമാരുടെ ക്ഷേത്രത്തിൽ പോയി ഭിക്ഷ യാചിക്കൽ ആയല്ലോ. സത്യയുഗത്തിൽ ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല. ഭിക്ഷക്കാരെ ഇൻസോൾവെന്റ് എന്ന് പറയുന്നു. സത്യയുഗത്തിൽ നിങ്ങൾ എത്ര സോൾവെന്റ് ആയിരുന്നു? അതിനെ പറയുന്നത് സോൾവെന്റ് എന്നാണ്. ഭാരതം ഇപ്പോൾ ഇൻസോൾവെന്റ് ആണ്. ഇത് ആരും മനസ്സിലാക്കുന്നില്ല. കൽപ്പത്തിൻ്റെ ആയുസ് തലകീഴായി നൽകുന്നതിലൂടെ മനുഷ്യരുടെ തല തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. ബാബ വളരെ സ്നേഹത്തോടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിരുന്നു. പതിത പാവനായ പിതാവായ എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങൾ പാവനമായി മാറും. പതീതം എങ്ങനെയായി? വികാരങ്ങളുടെ അഴുക്ക് പിടിച്ചു. എല്ലാ മനുഷ്യരും തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ തുരുമ്പ് എങ്ങനെ മാറും? എന്നെ ഓർമ്മിക്കൂ. ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആദ്യമായി നിങ്ങൾ ആത്മാവാണ്, പിന്നെ ശരീരം എടുക്കുന്നു. ആത്മാവ് അമരമാണ്, ശരീരം മരിക്കുന്നു. സത്യയുഗത്തെ പറയുന്നത് അമരലോകം എന്നാണ്. കലിയുഗത്തെ പറയുന്നത് മൃത്യുലോകം എന്നാണ്. അമരലോകം ഉണ്ടായിരുന്നു, പിന്നെ മൃത്യുലോകം എങ്ങനെയായി എന്നത് ലോകത്തിൽ ആരും അറിയുന്നില്ല. അമരലോകം എന്നാൽ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. അവിടെ ആയുസ്സും നീണ്ടതായിരിക്കും. അത് പവിത്ര ലോകം തന്നെയാണ്.
നിങ്ങൾ രാജഋഷിയാണ്. ഋഷി എന്ന് പവിത്രമായവരെയാണ് പറയുന്നത്. നിങ്ങളെ പവിത്രമാക്കിയത് ആരാണ്? അവരെ ആക്കുന്നത് ശങ്കരാചാര്യനാണ്. നിങ്ങളെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ശിവാചാര്യനാണ്. ഈ ഒന്ന് പഠിച്ചിട്ടൊന്നുമില്ല. ഇദ്ദേഹത്തിലൂടെ നിങ്ങളെ ശിവബാബ വന്ന് പഠിപ്പിക്കുന്നു. ശങ്കരാചാര്യൻ ഗർഭത്തിലൂടെ ജന്മമെടുത്തു, മുകളിൽ നിന്നും അവതരിച്ചതല്ല. ബാബയാണെങ്കിൽ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു, വരുന്നു, പോകുന്നു. അധികാരിയാണ്. ആരിൽ ആഗ്രഹിക്കുന്നുവോ അവരിൽ പോകുവാൻ സാധിക്കും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആരുടെയെങ്കിലും മംഗളം ചെയ്യുന്നതിനായി ഞാൻ പ്രവേശിക്കുന്നു. വരുന്നത് പതീത ശരീരത്തിൽ തന്നെയാണല്ലോ. വളരെ പേരുടെ മംഗളം ചെയ്യുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. മായയും കുറവല്ല. ഇടയ്ക്കിടയ്ക്ക് ധ്യാനത്തിൽ മായ പ്രവേശിച്ച് തലകീഴായ കാര്യങ്ങൾ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ കുട്ടികൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ചിലരിൽ മായ പ്രവേശിക്കുമ്പോൾ പറയുന്നു, ഞാൻ ശിവനാണ്, ഇന്നയാളാണ് എന്നെല്ലാം. മായ വലിയ ചെകുത്താനാണ്. വിവേകശാലികളായ കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കും, ഇത് ആരുടെ പ്രവേശനമാണ്. ആ ഒന്നിൻ്റെ നിയോഗിക്കപ്പെട്ട ശരീരം ഇതാണല്ലോ. പിന്നെ മറ്റുള്ളവരുടേത് നമ്മൾ എന്തിനു കേൾക്കണം? അഥവാ കേൾക്കുന്നുവെങ്കിൽ ബാബയോട് ചോദിക്കൂ, ഈ കാര്യം റൈറ്റാണോ അതോ അല്ലേ എന്ന്. ബാബ ഉടൻ മനസ്സിലാക്കിച്ചു തരും. പല ബ്രാഹ്മണികൾക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഇതെന്താണെന്ന്. ചിലരിലാണെങ്കിൽ ഈ വിധം പ്രവേശനമുണ്ടാകുന്നു. അത് കാരണം ചമ്മട്ടി കൊണ്ടും അടിക്കുന്നു, അധിക്ഷേപിക്കുവാനും തുടങ്ങുന്നു. ബാബ അധിക്ഷേപിക്കുകയൊന്നുമില്ല. ഈ കാര്യങ്ങളും പല കുട്ടികൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഫസ്റ്റ് ക്ലാസ് കുട്ടികൾ പോലും ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നു. എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വളരെ പേരിൽ മായ പ്രവേശിക്കുന്നു. പിന്നെ ധ്യാനത്തിൽ പോയി എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലും വളരെയധികം ജാഗ്രത ആവശ്യമാണ്. ബാബയ്ക്ക് മുഴുവൻ സമാചാരവും നൽകണം. ഇന്നയാളിൽ മമ്മ വരുന്നു, ഇന്നയാളിൽ ബാബ വരുന്നു. ഈ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ബാബയുടെ ഒരേ ഒരു ആജ്ഞയാണ് എന്നെ മാത്രം ഓർമ്മിക്കൂ എന്നത്. ബാബയെയും സൃഷ്ടിചക്രത്തെയും ഓർമ്മിക്കൂ. രചയിതാവിനെയും രചനയെയും സ്മരിക്കുന്നവരുടെ മുഖം സദാ ഹർഷിതമായിരിക്കും. ധാരാളം പേരുണ്ട്, അവർക്ക് സ്മരണ നടക്കുന്നതേയില്ല. കർമ്മബന്ധനം വളരെ ഭാരിച്ചതാണ്. വിവേകം പറയുന്നു, പരിധിയില്ലാത്ത ബാബയെ ലഭിച്ചിരിക്കുകയാണ്. എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഓർമ്മിക്കില്ല? എന്തുണ്ടായാലും ബാബയോട് ചോദിക്കൂ. ബാബ മനസ്സിലാക്കിച്ചു തരും. കർമ്മഭോഗം ഇപ്പോൾ അവശേഷിക്കുകയാണല്ലോ. കർമാതീത അവസ്ഥ ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ സദാ ഹർഷിതമായിരിക്കും. അതുവരെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു. മൃഗത്തിന് മരണം, വേടന് ഇര എന്നതും അറിയുന്നുണ്ട്. വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ ഫരിസ്തയാകുന്നു. ബാക്കി കുറച്ച് ദിവസങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. പിന്നെ കുട്ടികളായ നിങ്ങൾക്ക് ഈ സ്ഥൂലവതനം ഇഷ്ടപ്പെടുകയില്ല. സൂക്ഷ്മവതനവും മൂലവതനവും ഇഷ്ടപ്പെടും. സൂക്ഷ്മവതനവാസികളെ ഫരിസ്ത എന്ന് പറയുന്നു. അത് വളരെ കുറച്ച് സമയമാണ് ആകുന്നത്. നിങ്ങൾ കർമാതീത അവസ്ഥ നേടുമ്പോൾ സൂക്ഷ്മവതനത്തിൽ എല്ലും മാംസവും ഉണ്ടായിരിക്കില്ല. എല്ലും മാംസവും ഇല്ലെങ്കിൽ ബാക്കി എന്താണ് അവശേഷിക്കുന്നത്? കേവലം സൂക്ഷ്മ ശരീരം ഉണ്ടായിരിക്കും. നിരാകാരമായി മാറുന്നു എന്നല്ല, അല്ല, സൂക്ഷ്മ ആകാരം ഉണ്ടായിരിക്കും. അവിടെ മൂവിയുടെ ഭാഷ നടക്കുന്നു. ആത്മാവ് ശബ്ദത്തിനുപരിയാണ്. അതിനെ പറയുന്നത് സട്ടിൽ വേൾഡ് എന്നാണ്. സൂക്ഷ്മ ശബ്ദം ഉണ്ടാകുന്നു. ഇവിടെ ടോക്കിയാണ്, പിന്നെ മൂവി, പിന്നെയാണ് സൈലൻസ്. ഇവിടെ ടോക്ക് നടക്കുന്നു. ഇത് ഡ്രാമയിൽ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട പാർട്ടാണ്.
അവിടെ സൈലൻസ് ആണ്. അത് മൂവി, ഇത് ടോക്കിയാണ്. ഈ 3 ലോകങ്ങളെയും ഓർമ്മിക്കുന്നവർ വിരളം പേരെ ഉണ്ടായിരിക്കൂ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ ശിക്ഷകളിൽ നിന്നും ഒഴിവാകുന്നതിനായി ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ കർമ്മയോഗിയായി കർമ്മം ചെയ്യൂ. 8 മണിക്കൂർ വിശ്രമിക്കൂ. 8 മണിക്കൂർ ബാബയെ ഓർമ്മിക്കൂ. ഈ പ്രാക്ടീസിലൂടെ നിങ്ങൾ പാവനമായി മാറും. ഉറങ്ങുന്നത് ബാബയുടെ ഓർമ്മയൊന്നുമല്ല. നമ്മൾ ബാബയുടെ കുട്ടികളാണല്ലോ, പിന്നെ എന്തോർമ്മിക്കുവാനാണ് എന്നും ആരും മനസ്സിലാക്കരുത്, പാടില്ല. ബാബ പറയുന്നു, എന്നെ അവിടെ ഓർമ്മിക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. യോഗബലത്തിലൂടെ നിങ്ങൾ പവിത്രമാകാത്തതുവരെയും വീട്ടിലേക്കും നിങ്ങൾക്ക് പോകുവാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ ശിക്ഷകൾ അനുഭവിച്ചു പോകേണ്ടി വരും. സൂക്ഷ്മവതനത്തിലും മൂലവതനത്തിലും പോകേണ്ടതുണ്ട്. പിന്നെ സ്വർഗത്തിൽ വരണം. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. മുന്നോട്ട് പോകവേ പത്രങ്ങളിലും വരും. ഇപ്പോഴാണെങ്കിൽ ധാരാളം സമയമുണ്ട്. ഇത്രയും മുഴുവൻ രാജധാനിയും സ്ഥാപിതമാകുന്നു. ഭാരതത്തിൻ്റെ സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എത്രമാത്രമുണ്ട്. ഇപ്പോൾ പത്രങ്ങളിലൂടെ തന്നെയാണ് ശബ്ദം പുറപ്പെടുന്നത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകും. ഹേ പതീത പാവന ലിബറേറ്റർ, നമ്മളെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്കറിയാം, ഡ്രാമ പ്ലാൻ അനുസരിച്ച് വിനാശവും സംഭവിക്കേണ്ടതുണ്ട്. ഈ യുദ്ധത്തിന് ശേഷം പിന്നെ ശാന്തി തന്നെ ശാന്തിയായിരിക്കും, സുഖധാമമാകും, എല്ലാം താറുമാറാകും. സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു ധർമ്മമാണ്. കലിയുഗത്തിൽ അനേകം ധർമ്മങ്ങളുണ്ട്. ഇത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ആദ്യം ആദി സനാതന ദേവീദേവതാ ധർമ്മം ആയിരുന്നു. സൂര്യവംശി ഉണ്ടായിരുന്നപ്പോൾ ചന്ദ്രവംശി ഉണ്ടായിരുന്നില്ല. പിന്നെ ചന്ദ്രവംശി ഉണ്ടാകുന്നു. പിന്നീട് ഈ ദേവീദേവതാ ധർമ്മം പ്രായേണ ലോപിക്കുന്നു. പിന്നീട് മറ്റു ധർമ്മത്തിലുള്ളവർ വരുന്നു. അതും അവരുടെ പ്രസ്ഥാനം അഭിവൃദ്ധി പ്രാപിക്കാത്തതുവരെയും അറിയാൻ കഴിയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെ അറിയുന്നു. നിങ്ങളോട് ചോദിക്കും, ഏണിപ്പടിയിൽ കേവലം ഭാരതവാസികളെ മാത്രം എന്തുകൊണ്ട് കാണിച്ചിരിക്കുന്നു? പറയൂ, ഇത് ഭാരതത്തെക്കുറിച്ചുള്ള കളിയാണ്. പകുതി കൽപ്പം അവരുടെ പാർട്ടാണ്. പിന്നെ ദ്വാപര കലിയുഗത്തിൽ മറ്റെല്ലാ ധർമ്മങ്ങളും വരുന്നു. ഗോളത്തിൽ ഈ മുഴുവൻ നോളജുമുണ്ട്. ഗോളം വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. സത്യത്രേതായുഗത്തിൽ ശ്രേഷ്ഠാചാരി ലോകമാണ്. ദ്വാപര കലിയുഗമാണ് ഭ്രഷ്ടാചാരി ലോകം. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ 4 യുഗങ്ങളുടെ ചക്രം എങ്ങനെ തിരിയുന്നു ഇത് ആർക്കും അറിയില്ല. സത്യയുഗത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരിക്കും. സത്യയുഗത്തിന് ശേഷം പിന്നെ ത്രേത ഉണ്ടാകണം. ത്രേതയ്ക്ക് ശേഷം പിന്നെ ദ്വാപര കലിയുഗം വരണം എന്ന് ഇവർക്കും അറിയാമായിരിക്കുകയില്ല. ഇവിടെയും മനുഷ്യർക്ക് തീർത്തും അറിയില്ല. പറയുന്നുണ്ട്, എങ്കിലും എങ്ങനെയാണ് ചക്രം തിരിയുന്നത്? ഇത് ആരും അറിയുന്നില്ല. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, മുഴുവൻ ഗീതയ്ക്കും ഊന്നൽ നൽകൂ. സത്യമായ ഗീത കേൾക്കുന്നതിലൂടെ സ്വർഗവാസി ആകുന്നു. ഇവിടെ ശിവ് ബാബ സ്വയം കേൾപ്പിക്കുന്നു, അവിടെ മനുഷ്യർ പഠിക്കുന്നു. ഗീതയും ഏറ്റവും ആദ്യം നിങ്ങളാണ് പഠിക്കുന്നത്. ഭക്തിയിലേക്കും ആദ്യമാദ്യം നിങ്ങളാണല്ലോ പോകുന്നത്. ശിവന്റെ പൂജാരി ആദ്യം നിങ്ങളാണാകുന്നത്. നിങ്ങൾക്ക് ആദ്യമാദ്യം പൂജ ചെയ്യേണ്ടതുണ്ട്. അവ്യഭിചാരിയായത് ഒരു ശിവ് ബാബയുടേത്. സോമനാഥ ക്ഷേത്രം ഉണ്ടാക്കുവാൻ മറ്റാർക്കും ശക്തിയില്ല. ബോർഡിൽ എത്ര പ്രകാരത്തിലുള്ള കാര്യങ്ങൾ എഴുതാൻ സാധിക്കും? ഭാരതവാസികൾ സത്യമായ ഗീത കേൾക്കുന്നതിലൂടെ സത്യഖണ്ഡത്തിൻ്റെ അധികാരിയാകുന്നു എന്നും എഴുതാവുന്നതാണ്.
ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ സത്യമായ ഗീത കേട്ട് സ്വർഗവാസി ആയിക്കൊണ്ടിരിക്കുന്നു. ഏത് സമയത്താണോ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്, അപ്പോൾ പറയുന്നു, അതെ, തീർച്ചയായും ശരിയാണ്, പുറത്തുപോയി കഴിഞ്ഞു, അവിടെയുള്ളത് അവിടെ തന്നെയായി. ശരി. മധുരമായ സിക്കിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം സ്മരിച്ച് സദാ ഹർഷിതമായിരിക്കണം. ഓർമ്മയുടെ യാത്രയിലൂടെ തൻ്റെ പഴയ എല്ലാ കർമ്മബന്ധനങ്ങളും മുറിച്ച് കർമാതീത അവസ്ഥ ഉണ്ടാക്കണം. ധ്യാന സാക്ഷാത്കാരങ്ങളിൽ മായയുടെ വളരെയധികം പ്രവേശനം ഉണ്ടാകുന്നു. അതിനാൽ സൂക്ഷിക്കണം. ബാബയ്ക്ക് സമാചാരം നൽകി നിർദ്ദേശം സ്വീകരിക്കണം. ഒരു തെറ്റും ചെയ്യരുത്. വരദാനം: തൻ്റെ ശുഭഭാവനയിലൂടെ നിർബല ആത്മാക്കളിൽ ബലം നിറയ്ക്കുന്ന സദാ ശക്തി സ്വരൂപമായി ഭവിക്കട്ടെ. സേവാധാരി കുട്ടികളുടെ വിശേഷ സേവനമാണ് സ്വയം ശക്തി സ്വരൂപമായി ഇരിക്കണം. സർവരെയും ശക്തി സ്വരൂപം ആക്കണം. അതായത് നിർബല ആത്മാക്കളിൽ ബലം നിറയ്ക്കണം. ഇതിനു വേണ്ടി സദാ ശുഭഭാവനയുടെയും ശ്രേഷ്ഠ കാമനയുടെയും സ്വരൂപമാകൂ. ശുഭഭാവനയുടെ അർത്ഥം ആരിലെങ്കിലും ഭാവന വെച്ച് അവരിൽ ഭാവന ഉള്ളവരായി മാറുക എന്നല്ല. ഈ തെറ്റ് ചെയ്യരുത്. ശുഭഭാവനയും പരിധിയില്ലാത്തതാകണം. ഒരാളെ പ്രതി വിശേഷ ഭാവന വയ്ക്കുന്നതും ഹാനികരമാണ്. അതിനാൽ പരിധിയില്ലാത്തതിൽ സ്ഥിതി ചെയ്ത് നിർബല ആത്മാക്കളെ തൻ്റെ പ്രാപ്തമായ ശക്തികളുടെ ആധാരത്തിലൂടെ ശക്തി സ്വരൂപമാക്കൂ. സ്ലോഗൻ: അലങ്കാരങ്ങൾ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. അതിനാൽ അലങ്കാരിയാകൂ, ദേഹാഹങ്കാരി അല്ല. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. പല കുട്ടികളും പറയുന്നു, പൊതുവെ ക്രോധം വരുന്നില്ല, എന്നാൽ ആരെങ്കിലും അസത്യം പറയുകയാണെങ്കിൽ ക്രോധം വന്നു പോകുന്നു. അവർ അസത്യം പറഞ്ഞു, താങ്കൾ ക്രോധത്തോടെ സംസാരിച്ചു. അപ്പോൾ രണ്ടുപേരിൽ റൈറ്റ് ആരാണ്? ചിലർ കൗശലത്തോടെ പറയുന്നു, ഞാൻ ക്രോധിക്കുന്നില്ല, എൻ്റെ ശബ്ദം തന്നെ ഉച്ചത്തിലുള്ളതാണ്, ശബ്ദം തന്നെ ഇങ്ങനെ തീവ്രമാണ്. എന്നാൽ സയൻസിൻ്റെ സാധനങ്ങൾ കൊണ്ട് ശബ്ദത്തെ കുറയ്ക്കാനും കൂട്ടാനും കഴിയും എന്നിരിക്കെ സൈലൻസിൻ്റെ പവർ കൊണ്ട് തൻ്റെ ശബ്ദത്തിൻ്റെ ഗതിയെ മെല്ലെയുള്ളതോ തീവ്രമോ ആക്കുവാൻ സാധിക്കില്ലേ? ഓം ശാന്തി. നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു.
ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാര ലോകത്തിൽ വിഷയസാഗരത്തിൽ ദുഃഖ അശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾ ഞാൻ ശിവ് ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്.